രാജേഷ് ഖന്ന എന്ന് കേൾക്കുമ്പോൾ ആരാധകരുടെ മനസ്സിൽ ചില സ്റ്റൈലുകൾ വരാറുണ്ട്, മാനറിസങ്ങൾ വരാറുണ്ട്. കിഷോർ കുമാറിന്റെ ശബ്ദം ഇവയെല്ലാം ഓടിയെത്തുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ചുറ്റും അന്ന് ഫാൻസ് തിക്കി തിരക്കിയിരുന്നു. വളരെ വലിയ രീതിയിൽ ഒരു ഭ്രാന്തമായ ആരാധനയായിരുന്നു അന്ന് രാജേഷ് ഖന്നയോട് ആളുകൾക്കുണ്ടായിരുന്നത്. രാജേഷ് ഖന്ന ഫാൻസിൽ അന്ന് ഉണ്ടാക്കിയ ഓളം അതിനു മുമ്പോ ശേഷമോ ആവർത്തിക്കാൻ മറ്റൊരു താരത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന് അന്നത്തെ കാലം ഓർമ്മയുള്ള ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അവർ ഒരിക്കലും തിരുത്താൻ കഴിയില്ല, തിരുത്താൻ പോകരുത്. കാരണം ഇന്ത്യയിൽ മറ്റൊരു താരത്തിന്റെയും വീടിന് മുന്നിൽ എന്നെ നിങ്ങൾ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ പിടിച്ചുകൊണ്ട് യുവതികൾ പതിവായി ക്യൂ നിൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്നാൽ രാജേഷ് ഖന്നയുടെ വീടിന് മുന്നിൽ എന്നും ഉണ്ടാകുന്ന ആരവമായിരുന്നു അത്, നിത്യ സംഭവമായിരുന്നു. രാജേഷ് ഖന്നയുടെ ഫോട്ടോയിൽ ഹാരമിട്ടുകൊണ്ട് കന്നയുടെ ഭാര്യയായി എന്ന സ്വയം നിർവൃതി കൊണ്ടിട്ടുള്ള ഒരുപാട് സ്ത്രീ ആരാധകർ അന്നുണ്ടായിരുന്നു. മറ്റുള്ള നടന്മാർക്കും ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം, എന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ആരാധകർ വന്നിട്ടുണ്ടാവും. പക്ഷേ രാജേഷ് ഖന്നയ്ക്ക് ഇത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥിരം അനുഭവമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ വീടിന്റെ സമീപ ദേശത്തിലുള്ള കോളേജുകളിൽ ഉച്ചക്കുള്ള ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്ത ഒരു അവസ്ഥ അന്നൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. രാജേഷ് ഖന്നയുടെ ആശീർവാദ് എന്ന ബംഗ്ലാവിന് മുന്നിൽ തടിച്ചുകൂടിയ ജനത്തെ തുരത്താൻ പലപ്പോഴും പോലീസ് ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു 70കളുടെ തുടക്കത്തിൽ. 1975 മുതൽ ആംഗ്രി യങ് മാൻ, അമിതാഭ് ബച്ചന്റെ തേർവാഴ്ച ബോളിവുഡിൽ ആരംഭിക്കുന്നത് വരെ ബോളിവുഡിലെ താര രാജാവായി ശരിക്കും അന്ന് വിലസുകയായിരുന്നു രാജേഷ് ഖന്ന.